നീയായിരുന്നോ? നീ പോയായിരുന്നോടെ? ഇല്ലടാ, നീ വന്നിട്ട് പോകാമെന്ന് കരുതി. ഞാനൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. എടാ, നീ അത് വിട്ടില്ലേ? എനിക്കൊരു സീനില്ലല്ലോ, പിന്നെ നിനക്കെന്നാ പ്രശ്നം? എടാ നാറി, നീ മിണ്ടരുത്. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ. എടാ, ഒന്ന് വാടാ, നമുക്ക് പോയിട്ട് വരാം. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വരത്തില്ല. നീ തന്നെ അങ്ങോട്ട് പോയാൽ മതി. എടാ, നിന്റെ പ്രേമത്തിന് കൂട്ടുന്നിട്ട് അവസാനം പഴി മൊത്തം കേട്ട ഞാനാ. എന്നിട്ടിപ്പോൾ നിങ്ങൾ സെറ്റ്. അപ്പം ഞാനാരായി? എൻ്റെ പൊന്നളിയ, നിന്റെ ഈ വരവിൻ്റെ ഉദ്ദേശം കല്യാണം കൂടാൻ തന്നെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എടാ, അതോ നീ അന്നത്തെ പോലെ ഇനിയും തല്ലു പിടിച്ചു തരുമോ? എടാ, നിനക്കെല്ലാം അറിയാവുന്നല്ലേ, എന്നിട്ടും നീ. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കണ്ടിട്ട് എത്ര നാളായി? 4 വർഷം. 4 വർഷം. ഞാനെന്തായാലും ഒന്ന് പോയിട്ട് വരാം. പഴയ കാമുയുടെ കല്യാണമായിട്ട് എങ്ങനെ? വൈകിട്ട് 2 എടുക്കല്ലേ? പഴയ ഓർമ്മകളൊക്കെ അയവർക്കാലോ. നീ ബോർഡറക്കാവുന്നു അവൻ്റെ കോപ്പിലടി. എല്ലാരും ചൊല്ലന് ചെല്ല കിളിയെ ചേലൊത്ത ചന്ദിരൻ ചാരയുണ്ട് ചുണ്ടിൽ വീണോ മനം കൂട്ടുലഞ്ഞോ ഇടനെഞ്ചിലാകെ തുറിതാളമിട്ടോ മഴ പേരിഞ്ഞോ മിഴി കൂട്ടി നിന്നോ നിലാക്കൂട്ടിൽ നിന്നും ഇളം പാട്ടുകന്നോ കാണ കണ്ണിൽ മിന്നും മുത്താരമോ ചുമ്മ ചങ്കിൽ കേറും തേരോട്ടമോ കളറാണി സുമറാണി ഇന്ന് രാവിലെ അങ്ങളെ ബോബി, നീ എപ്പോ എത്തി? രാവിലെ എത്തിയായിരുന്നു. നീ വരില്ല, തിരക്കാന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അത് ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. നന്നായി, എന്തായാലും നന്നായി, സന്തോഷായി. ആ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ മുംബൈയിലാണ്, അവിടെ വർക്ക് ചെയ്യണം. ആണോ? അത് ശരി, നന്നായി. ദേവു ദേവു അകത്തുണ്ട്, നീ ചെല്ല്. എന്നാ ഞാനങ്ങോട്ട്. ശരി. ഇതുവഴി പോരുന്നു തുരു തുരു മിന്നി തെന്നും മിന്നാ മിന്നി വന്നല്ലേ? അതിന് എനിക്ക് എൻ്റെ കല്യാണത്തിന് വരാതിരിക്കാൻ പറ്റും. ചെറിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. എന്തൊക്കെയായിരുന്നു സർപ്രൈസ് അവൻ്റെ? എന്താ പറഞ്ഞ നീ? ഓഫീസ് അർജന്റ് മീറ്റിംഗ്, ബോസ് ലീവ് തരില്ല. എങ്ങാനും വരാതിരുന്നിരുന്നെങ്കിൽ നിന്നോട് നീ ഒരിക്കലും മിണ്ടില്ല എന്ന് വിചാരിച്ചതാ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? നീ മുടി വെട്ടിയില്ലേ? എങ്ങനെയുണ്ട്? വെട്ടണ്ടായിരുന്നു. ആരൊന്നും വലിയ മുടിയുള്ള ഇഷ്ടമല്ല, അതുകൊണ്ടാ. പിന്നെ എല്ലാം സെറ്റല്ലേ? നല്ല ടെൻഷൻ ഉണ്ട് നാളത്തെ കാര്യം ആലോചിച്ചിട്ട്. എന്താവൂന്നൊരു പിടിയില്ല. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആടി ഡേ, ഫോൺ അടിക്കുന്നു. അരുണാണ്. ഹലോ, എന്തായി? ഇവിടെ എല്ലാം സെറ്റായി വരും. നീ വരുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്താം. അതൊന്നും പറയില്ല, സർപ്രൈസാ. നിങ്ങളെപ്പോഴാണ് വരിക? ഇറങ്ങുമ്പോൾ എന്തായാലും വിളിക്കും. നല്ല ടെൻഷനുണ്ട്. എന്ത്? നീ എന്താ വിചാരിച്ചത്? കൂറാണെന്നിട്ട് എന്ത് നാടത്തിനും കാണിക്കാന്നോ? എന്താണ് അതിന്റെ പ്രശ്നം? നീ എന്തിനാ തല്ലിയോനെ? ഓളെ നീ മാറിന്നോ, ഇല്ലെങ്കിൽ നീയും വാങ്ങും. വഴി ഇതോടെ നിർത്തിക്ക് പോകണം. നീ മേലെ ഉള്ള പുറം കിടക്കരുത്, കേട്ടല്ലോ? ഓളെ നിനക്കുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ഇതിന് കൂട്ടു നിൽക്കുന്ന ഞാൻ കരുതിയില്ല.
ഹലോ. എപ്പെത്തി? കുറച്ചു നേരമായി. ദേവുനെ കണ്ടില്ലായിരുന്നോ? ആ, കണ്ടായിരുന്നു. പിന്നെ ബോബി പഴയതൊന്നും അങ്ങനെ മനസ്സിൽ വെച്ചേക്കല്ലേ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതൊക്കെ ഞാൻ അന്നേ വിട്ടു. അന്നാ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. എന്തായാലും വന്നതിൽ സന്തോഷം. താനിരിക്കുക, ഞാൻ ഒന്നും കൊണ്ടേ കൊടുത്തിട്ട് വരാം. ശരി. എന്തൊക്കെ കാണണം. പഴയ കാമുകിയുടെ കല്യാണത്തിന് അവൾക്ക് പുടവ് കൊടുക്കാവുന്ന ചെക്കനെ സ്വീകരിക്കാൻ നിൽക്കുന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ? നിന്നെ കണ്ടറിയാലോ നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന്. എനിക്കോ? ഒന്ന് പോയടാ നീ. ഒന്നില്ലേലും 2 വർഷം നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമല്ലായിരുന്നു രണ്ടിനും. ലാസ്റ്റ് അവളെ വേറൊരുത്തൻ കെട്ടിക്കൊണ്ടുപോകുന്ന കാണാൻ വന്നേക്കുന്നു. നാറി. എടാ ശരിയാ, 2 വർഷം നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയി അത്ര നന്നാവില്ല എന്ന് തോന്നിയോണ്ട് ഞങ്ങളിത് 2 പേരും കൂടി സ്റ്റോപ്പ് ചെയ്തു. അല്ലാണ്ട് തല്ലുകൊണ്ടോണ്ടല്ല. എടാ ഞാനെന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൾ ഇറങ്ങി വരുമായിരുന്നു, ഇന്നാണെങ്കിലും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മുന്നോട്ട് പോയാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. എന്തായാലും എന്നെക്കാളും നല്ലൊരുത്തന്നെ ഇപ്പോൾ അവൾക്ക് കിട്ടിയില്ലേ, അപ്പോൾ എല്ലാവരും ഹാപ്പി. ആ കണ്ണീര് തുടച്ചങ്ങ് പറ. നിനക്ക് എന്താടാ? എടാ നിനക്കറിയോ, ആ ദേവനും ഞാനും ചെറുപ്പം മുതലേ നല്ല കട്ട ഫ്രണ്ട്സായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ രണ്ടാളും കാരണം അല്ലാണ്ടായത്. അവൻ്റെ കൂപ്പിലെ പ്രേമം. എടാ നീ നിന്റെ ഈഗോ ഒക്കെ വിട്ട് അവനോട് പോയി സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുള്ളൂ. നിങ്ങൾ ബാല്യകാല സുഹൃത്തല്ലേ? മൈരെ മിണ്ടരുത്. മാമൻ്റെ മോനാണെന്നൊന്നും ഞാൻ നോക്കൂല. എല്ലാ ആഴ്ചയും കെട്ടും കിടക്കെടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടാ വിചാരിക്കും എൻ്റെ കൂടെ നിൽക്കാനുള്ള സ്നേഹം കൊണ്ടാണെന്ന്. എടാ അത് അപ്പത്തൊരിതിൽ അങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചു പോയി. നിനക്ക് കുറച്ച് സുഖമെങ്കിലും കിട്ടി. എനിക്കോ അടി കൊണ്ട് എൻ്റെ പല്ലും പോയി, നാട്ടിലും കുടുംബത്തിലും നല്ല പേരുമായി. എടാ അത് നമ്മളെന്നാ പക്വതയില്ലാത്ത പ്രായത്തിൽ ഒരു എടുത്തിയാട്ടം. പക്വതയില്ലാത്ത പ്രായത്തിന് എടുത്തിയാട്ടല്ല, കഴപ്പ്, വെറും കഴപ്പ്, അങ്ങനെ പറ. ദേ നാളെ ലെവളുടെ കല്യാണം കൂടി സദ്യ നക്കി വൈകിട്ടത്തെ വണ്ടിക്ക് വിട്ടോളാം. ഇവിടെ കിടന്ന് നൊസ്റ്റാൾജിയ പെറുക്കരുത്. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ ദേവൻ വീട്ടിൽ കയറി തല്ലേൻ്റെ ആണോ അതോ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പിടിച്ചതിൻ്റെ ഇതിൽ ദേവൻ നിൻ്റെയും ഗൗരിയുടെ കാര്യം പബ്ലിക്കാക്കിയതാണോ നിൻ്റെ പ്രശ്നം? ഞാൻ വേണമെങ്കിൽ ഗൗരിയുടെ അടുത്തൊന്ന് സംസാരിക്കാം. അവൾ കെട്ടും കഴിഞ്ഞ് 2 കുട്ടികളായടാ. സോറി. നീ ഇവിടെ നിന്ന് ആക്കിക്കൊണ്ടിരിക്കേ, ഞാൻ പോണ്. എടാ അപ്പോൾ ഓക്കെ അളിയാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ആൻറ്റി, ആൻറ്റി പുറത്ത് പോയേക്കോ? നിങ്ങൾ ഞാൻ ബോബി, പോളുടെ കസിനാ. പോയിട്ട് ആൻറ്റിയുള്ളപ്പോൾ വരാം. ആ. ശരി. നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന്, നിലാവ് പോലെന്ന്, നീ നല്ല പെണ്ണെന്ന്. നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന്, നിലാവ് പോലെന്ന്, നീ നല്ല പെണ്ണെന്ന്. ഹിജാബ് കണ്ടെന്ന് ദൂരെ നിന്നൊന്ന്, കിനാവ് പോലെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന്. കണ്ണ് കണ്ടെന്ന് കരിനീല കണ്ണെന്ന്, പൊന്നു പോലുടലാകെ മിന്നണെന്ന്. കണ്ണ് കണ്ടെന്ന് കരിനീല കണ്ണെന്ന്, പൊന്നു പോലുടലാകെ മിന്നണെന്ന്. പാട്ടുപോലെ നിന്നെ ഞാൻ ഓർത്തു വെച്ചെന്ന്, കൂട്ടുചേർന്നു കാത്തു കാതോർത്തു വെച്ചെന്ന്. കാറ്റ് വീശുന്ന് കാറ്റാടിക്കൊന്നിന്ന്, കാറ് പെയ്യുന്ന് ആ കാട് പൂക്കുന്ന്.
ചിരിക്കണ കൈ മറക്കണ കവിത പോ കടൽ പോ നിന്നഴകെന്ന് നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന് നിലാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന് നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന് നിലാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന്. ഹലോ ഇപ്പോഴോ? എടി എടി കാര്യം എന്താന്ന് പറ. ആരെങ്കിലും കണ്ട പ്രശ്നവും. ഞാൻ ഇപ്പോൾ വരാം. എന്താണാവോ ഈശ്വര, ആ ചേട്ടൻ തന്നെ ഉണ്ടാവല്ലേ. ഇതല്ലേ മുറി. എടി നീ എന്തിനാ വിളിച്ചേ? വേഗം പറ. എന്താ ഇത്ര ധൃതി? പേടിയുണ്ടോ? എടി ദേവു, നീ ചുമ്മാ തമാശ കളിക്കല്ലേ. നാളെ നിന്റെ കല്യാണം. ഈ സമയത്ത് നമ്മളിവിടെ ആരെയും കണ്ടു കഴിഞ്ഞാൽ സീനാവും. നീ കാര്യം പറ. ഉം. എടി നീ ചിരിക്കാണ്ട് എന്തെങ്കിലും ഒന്ന് പറ. നമുക്ക് പോയാലോ? പോവാനാ? ഉം. എങ്ങോട്ട്? എനിക്ക് ഈ കല്യാണം വേണ്ട. നമുക്കാരും കാണാണ്ട് ഒളിച്ചോടിയാലോ? ഒളിച്ചോടാനാ? ഉം. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? നമ്മളെല്ലാം നേരത്തെ പറഞ്ഞ് ശരിയാക്കിയതല്ലേ? അയ്യടാ, ഒരു മനസ്സിലിരിപ്പ്. പിന്നെ ഈ കിടന്നുറങ്ങി എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചിരുത്തിയേ? പിന്നെ ഞാൻ ഒളിച്ചോടനെ വിളിച്ചു വരുത്തിയെന്ന് തോന്നിയോ? എടാ, നമുക്കൊരു റൈഡ് പോയാലോ? റൈഡോ? ആ. ഈ സമയത്തോ? ഉം. നിനക്കെന്താ വട്ടാണോ? എടി നാളെ നിന്റെ കല്യാണം. ഇതൊന്നും ശരിയാവില്ല. നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെ, എപ്പോഴും എപ്പോഴും എൻ്റെ കല്യാണം എന്നിങ്ങനെ പറഞ്ഞു തരണ്ട. എനിക്കറിയാം. ഇവളെ കൊണ്ട്. ഒന്ന് വാടാ, നമുക്ക് പോവാം. നീയേ ഈ ആലോചിക്കുന്ന സമയം മതി, നമുക്ക് പോവാം. നാളെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ നേരെ US-ലേക്ക് പോകും. എടാ, അതിനു മുമ്പ് നമ്മൾ പണ്ട് പോയ പോലെ ഒരു പ്രാവശ്യം കൂടെ പ്ലീസ് 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 പ്ലീസ്. ആ വാ പോവാം. നീ മുത്താടാ. എൻ്റെ അമ്മേ. ആ ശരി വാ. സത്യം പറയാലോ, ഞാനതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ടൈം അടിപൊളിയായിരുന്നു. അരുൺ എങ്ങനെയാ? ആള് കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. ഓക്കെയാണ്, ഒരു പഞ്ചപാവം. ചേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു അരുൺ. ഒരു ഫാമിലി ഫംഗ്ഷൻ വെച്ചാൽ ഞങ്ങൾ കണ്ടുമുട്ടേ. അരുണിൻ്റെ അമ്മയ്ക്ക് ആദ്യം തന്നെ ഇഷ്ടമായി. അവർ നേരെ വന്ന് അപ്പയോട് സംസാരിച്ചു. അവർക്കെല്ലാവർക്കും ഡബിൾ ഓക്കെ. അപ്പൊ നിനക്കോ? ആദ്യമൊന്നും എനിക്കത്ര ഓക്കെ അല്ലായിരുന്നു. മിക്കവാറും വിളിക്കും, ഞാൻ ഫോൺ എടുക്കാറില്ല. എത്ര ഞാൻ അവോയ്ഡ് ചെയ്താലും ആൾക്കൊരു പരാതിയില്ല കേട്ടോ. അങ്ങനെ ചെന്നൈയിൽ ഞാനൊരു 3 മാസത്തെ ട്രെയിനിങ്ങിന് പോയി. ആ സമയത്ത് ഫുഡ് പോയ്സൺ ആയി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അരുൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്, എപ്പോഴും ഫുൾ ടൈം. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു നമ്മുടെ കാര്യവും. അങ്ങനെ ഏതോ ഒരു പോയിന്റിൽ എനിക്കൊരു കണക്ഷൻ തോന്നി. അതിവിടെ എത്തി. ഹാപ്പിയാണ്. കൊള്ളാലോ. പിന്നെന്താ നിന്റെ വിശേഷം? എൻ്റെ വിശേഷങ്ങൾ എന്താ? അടിപൊളിയായിട്ട് പോകണം. അടുത്ത മാസം ഒരു 2 മാസത്തേക്ക് ആൻഡമാൻ പോകണം. ആൻഡമാനോ? അവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അടിപൊളി.
ഞങ്ങളവിടെ ഹണിമൂൺ പ്ലാൻ ചെയ്യണേ. ഓ നൈസ്. ഗേൾ ഫ്രണ്ട്? നീ പോയി 1 മാസം കഴിഞ്ഞൊരു കൃഷ്ണ വന്നു. അതീ പറഞ്ഞ പോലെ ഒരു മാസം ഉണ്ടായി. പിന്നെ ജീന, അഞ്ജലി, ശ്രേയ. മതി 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 മതി, ബുദ്ധിമുട്ടണ്ട. നീയല്ലേ ആള്, എനിക്കറിയാം. അപ്പം അതിനൊന്ന് സെറ്റിലാവണം. നോക്കാം, ടൈമുണ്ടല്ലോ. എന്തായാലും വൈകണ്ട. 30 കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല കേട്ടോ. എടാ 2:30 മണിയാവറായി, നമുക്ക് കിട്ടാലോ. 5 മണിക്ക് എനിക്ക് മേക്കപ്പിന് പോകണം. പോവാം. മരണത്തിന് മാത്രമേ നമ്മൾ പിരിക്കാൻ പറ്റൂ. താങ്ക് യു. നീ എന്നെ വിട്ട് ഒരിക്കലും പോവില്ലല്ലോ. നീ എന്നെ വിട്ട് ഒരിക്കലും പോവല്ലേ.